നേരത്തെ പറഞ്ഞപ്പോൾ സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ രാത്രിയിലും പുലർച്ചെയുമായി ശക്തമായ മഴ കിട്ടി. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കിട്ടുമെന്നാണ് മുന്നറിയിപ്പ്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞയിലേക്കും BV അരുണിലേക്കും നമുക്കൊന്ന് പോകണം. ആദ്യം അരുണിലേക്ക്. അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്തെ വിവരങ്ങളുമായി ചേർന്ന്. തിരുവനന്തപുരത്ത് അരുൺ, ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഇന്നലെ ഏതാണ്ട് 12 മണിക്ക് ശേഷം ശക്തമായ മഴ പെയ്തു. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ മഴ തുടരുമെന്ന് തന്നെയാണോ? ഇപ്പോഴും മഴ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും KSTMAയുടെയും ദുരന്തമാന അതോറിറ്റിയുടെയും ഒക്കെ അലർട്ട് വന്നത് 4:45-നാണ്. അതിൽ പറയുന്നത് അടുത്ത 3 മണിക്കൂർ, അതായത് ഏതാണ്ട് 8 മണിവരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. ഒപ്പം കാറ്റും ഉണ്ട്. ശക്തമായ ഇടിമിന്നൽ രാവിലെ മുതൽ തിരുവനന്തപുരത്തുണ്ട്. മഴയുമുണ്ട്. മഴ നേരത്തെ കുറച്ചു നേരം വലിയ ശക്തമായി പെയ്തില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും മഴ ശക്തമാവുകയാണ്, ഉറയ്ക്കുകയാണ്. വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണുള്ളത്. താഴ്ന്ന പ്രദേശങ്ങൾ പതിവ് പോലെ വെള്ളത്തിലായി. പക്ഷെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒരിടത്തും വെള്ളക്കെട്ടില്ല. എങ്കിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ചൂടിൽ വലിയൊരു ആശ്വാസമായെന്ന് വേണമെങ്കിൽ പറയാം. കടുത്ത ചൂടായിരുന്നു, കടുത്ത ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിനൊരു ആശ്വാസമായി തന്നെയാണ് ഈ മഴ പെയ്യുന്നത് എന്ന് പറയണം. പക്ഷേ അതിശക്തമായ മഴയാണ്. മഴ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ള ചെറിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. കാരണം മഴ നേരത്തെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല. കേരളത്തിൽ എപ്പോൾ മഴയുണ്ടായാലും അത് വലിയൊരു ആശങ്ക കൂടിയായി മാറുകയാണ്. കേരളത്തിൽ തലസ്ഥാനത്തും വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളും ആശങ്കയിലാണ്. ഏതായാലും ഇപ്പോൾ മഴ അത്ര ശക്തമല്ല എങ്കിൽ പോലും മഴ തലസ്ഥാന നഗരത്തിൽ, ഞാനുള്ളത് സ്റ്റാച്യൂവിലാണ്, സ്റ്റാച്യൂവിലുമൊക്കെ മഴ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ നമുക്കറിയാം മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് തലസ്ഥാനം. ഇപ്പോൾ ഈ അപ്രതീക്ഷിതമായി പെയ്ത മഴ പല മേഖലകളിലും ദുരിതമുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ വന്ന പല നമ്മുടെ കൊളീഗ്സും പറയുകയായിരുന്നു, വെള്ളക്കെട്ടാണ് പലയിടത്തും. മാലിന്യത്തിന്റെ വല്ലാത്ത തോതിലുള്ള ഒഴുക്ക് പല മേഖലകളിലും, ദുർഗന്ധമൊക്കെയുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും നഗരവാസികളെ. തീർച്ചയായിട്ടും വേനൽ മഴയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം മഴക്കാല തൊട്ട് മുമ്പാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ഈ വേനൽ മഴയ്ക്ക് സാധാരണ അത്തരം ഒരു ശുചീകരണം നടക്കാറില്ല. വേനൽമഴ അപ്രതീക്ഷിതമായി ലഭിക്കുന്നതുമാണ്, പെട്ടെന്നുണ്ടാകുന്ന മഴയാണ്. സാധാരണഗതിയിൽ വേനൽ മഴ ഉച്ചയ്ക്ക് ശേഷം, അതൊരു 4 മണിക്കോ 3 മണിക്കോ ഒക്കെ ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട മഴയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്, ഇടിമിന്നലോടുകൂടിയ മഴ. പക്ഷേ ഇപ്പോൾ രാത്രി തന്നെ ശക്തമായ മഴ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം എപ്പോഴത്തെ പോലെയും ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാലിന്യ നീക്കം എങ്ങനെ നടക്കുന്നു എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പലപ്പോഴും ഈ മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ച് അത് പിന്നീട് വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് പതിവ്. ആ മാലിന്യങ്ങൾ പലയിടത്തും, ഞാൻ വരുന്ന വഴിക്കും സൂചിപ്പിച്ച പോലെ പലയിടത്തും മാലിന്യങ്ങൾ റോഡിലേക്ക് തള്ളപ്പെട്ട അവസ്ഥയിൽ വീപ്പകളിലാണ് പലയിടത്തും ശേഖരിച്ചു. അതൊക്കെ തന്നെ മറിഞ്ഞു വീണ് കിടക്കുന്ന അവസ്ഥയുമുണ്ട്. അതും ഈ വെള്ളക്കെട്ട് കൂടി ആകുമ്പോൾ നഗരവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ചെറിയ മഴയിൽ പോലും കഴിഞ്ഞ വർഷവും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അത് ഈ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും മഴ അത്ര ശക്തമായി ഈ സമയത്തില്ല. പക്ഷേ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. അതിന്റേതായ ബുദ്ധിമുട്ടുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. തീർച്ചയായും മഴ അതിശക്തമായി പെയ്യുകയാണ് സംസ്ഥാനത്തുടനീളം. 15-ാം തീയതി വരെ ഇത്തരത്തിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പല ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് വേനൽ മഴയായി കൂടി, നമുക്ക് അരുൺ പറഞ്ഞ പോലെ വേനൽ മഴ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട മഴ, കുറച്ച് സമയം മാത്രം നിൽക്കുന്ന മഴയാണ്. ഇതിപ്പോൾ അതിശക്തമാണ് മഴ. വലിയ തോതിൽ വെള്ളക്കെട്ട് സംഭവിക്കുന്നുണ്ട്. ശക്തമായി തന്നെ മഴ ഇന്നലെ രാത്രി മുഴുവൻ പെയ്ത ഒരു നഗരം കൂടിയാണ് തലസ്ഥാനം. നമുക്ക് കൊച്ചിയിലേക്കൊന്ന് പോകണം, മധ്യ കേരളത്തിലേക്കൊന്ന് പോകണം. അവിടെ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, മഴ കാര്യമായി ഉണ്ടോ എറണാകുളം ഭാഗത്ത്? രാത്രി മുഴുവൻ നിർത്താതെ പെയ്തിരുന്നു. വലിയ മഴ തന്നെയായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു 5 മണിയോടുകൂടി എന്തായാലും മഴ ശമിച്ച മട്ടാണ്. പക്ഷേ രാത്രി എനിക്ക് തോന്നുന്നത് ഒരു 12 മണിയോടെ തുടങ്ങിയ മഴയാണ്. ഒരു 3:30 വരെ എന്തായാലും അതിങ്ങനെ 3:30-4 മണിയോടെ വരെ നിർത്താതെ പെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനുള്ള ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. കാരണം ഇത് വേനൽ മഴയാണ്. പിന്നെ പലയിടത്തും റോഡ് പണികൾ നടക്കുകയാണ്. പലയിടത്തും റോഡ് കുഴിച്ചിട്ടിരിക്കുന്നുണ്ട്. പൈപ്പുകൾ, അതായത് വാട്ടർ പൈപ്പുകൾ മാറ്റി വയ്ക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം
റോഡ് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ കുഴിയും കുണ്ടും കുഴിയുമായി കിടക്കുന്ന സാഹചര്യമാണ്. അത് ഈ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചി ഒന്നാമത് ശുചീകരണം നടത്തിയിട്ടില്ലാത്ത പ്രശ്നം കൂടി കൊണ്ട് മാലിന്യ പ്രശ്നം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്, വെള്ളക്കെട്ട് നുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴ ഇപ്പോൾ വെള്ളം കൊച്ചിയിലുള്ള ഒരു പ്രത്യേകത, ആ പെയ്യുന്ന സമയത്ത് നിറയെ അല്ലെങ്കിൽ ത്രൂ ഔട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വെള്ളക്കെട്ട് ഉണ്ടാവുക. ഈ പെയ്യുന്ന സമയത്ത് മാത്രം വെള്ളക്കെട്ട് ഉണ്ടാവുക, അത് അല്പസമയം കഴിഞ്ഞ ശേഷം അത് ട്രെയിൻ ഔട്ടായി പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളക്കെട്ടെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് ദുരന്തങ്ങളോ അപകടങ്ങളോ അത്രയും തീവ്രമായ മഴ അല്ല പെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചൂട് ശമിക്കാൻ പാകത്തിനുള്ള ഒരു നല്ല മഴയായിരുന്നു ഇന്നലെ ലഭിച്ചത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടില്ല കൊച്ചിയുടെ ഭാഗത്തു നിന്നും. രഞ്ജിത്ത്, ഈ കൊച്ചിയിൽ എറണാകുളം ജില്ലയിലല്ലാതെ മറ്റു മേഖലകൾ, മധ്യ കേരളത്തിലെ മറ്റു മേഖലകൾ, ഇടുക്കിയിലും ആലപ്പുഴയിലും മറ്റുമുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഒരുപാടുള്ള പ്രദേശങ്ങളുണ്ട് മധ്യ കേരളത്തിൽ. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ആലപ്പുഴയിലും ഒക്കെ പത്തനംതിട്ടയിലും ഒക്കെ മഴയുടെ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു രഞ്ജിത്ത്. അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു മലയോര പ്രദേശങ്ങളിൽ മഴ പെയ്തതല്ലാതെ അവിടെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ മരം വീണതായിട്ടോ ഉള്ള സംഭവങ്ങളൊന്നും, ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, മരങ്ങൾ വീണതായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊരു തീവ്രമായി മഴ പെയ്തത് കൊണ്ട് തീവ്രമായി ആളുകളെ ബാധിക്കുകയോ ഗതാഗതത്തെ ബാധിക്കുകയോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഇനി അപ്ഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് കൊച്ചിയിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ ഒരു 3-4 മണിയോടെ വരെ നിന്നു. അതിനുശേഷം മഴ പെയ്തിട്ടില്ല. പക്ഷേ ഒരു അത്രയും സമയം പെയ്ത മഴയുടെ ഇൻറ്റൻസിറ്റി വലിയ തോതിലായിരുന്നു, നല്ല മഴയായിരുന്നു. അതായത് ത്രൂ ഔട്ട് ഒരു 12 മണി മുതൽ 11-12 മണി മുതൽ ഈ 3-3:30 വരെ നിന്ന് പെയ്യുന്ന മഴ തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ഈ ഒരു പകൽ സമയത്താണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അത്തരം മഴകളൊക്കെ കൊച്ചിയിൽ വലിയ വെള്ളക്കെട്ടിലേക്ക് പോകണമെന്ന സാഹചര്യം. പക്ഷേ ഇപ്പോൾ മഴ ശമിച്ചിട്ട് 3 മണിക്കൂറിനും അടുത്താകുന്നുണ്ട്. അപ്പോൾ തന്നെ അത് വെള്ളം എല്ലാം ഡ്രെയിൻ ഔട്ടായി പോയിരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും മഴ ഉണ്ട്, മഴ മുന്നറിയിപ്പുമുണ്ട്. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിലും അത്രയും ശക്തമായ മഴ പെയ്തേക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ശക്തമായ മഴ പെയ്തു. ഇന്നലെ രാത്രി പെയ്തൊഴിഞ്ഞു. തിരുവനന്തപുരത്ത് പക്ഷേ മഴ വീണ്ടും ഉണ്ടാകുന്നുണ്ട് എന്ന വിവരം കൂടി BV അരുൺ നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് കൂടി മുന്നറിയിപ്പുണ്ട്. കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരത്താണ് മുന്നറിയിപ്പ്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ മറ്റന്നാൾ രാവിലെ 11:30 വരെയാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.